അസ്സലാമു അലൈക്കും, നമസ്കാരം. ഫസ്റ്റ് ലൈൻ ആൻഡ് ഫിനാൻഷ്യൽ ഫ്രീഡം. നമ്മളന്ന് പറഞ്ഞു വെച്ചോണം, നമ്മൾ ഇന്നൊരു ബുക്ക് റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു അറ്റംപ്റ്റ് നടത്തി നോക്കുകയാണ്. ഇതിൻ്റെ റെസ്പോൺസ് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ബാക്കിയുള്ള എല്ലാ ബുക്കുകളെയും ഒന്ന് റിവ്യൂ ചെയ്യാൻ ശ്രമിക്കുന്നത് ഇൻഷാ അല്ലാ. ഓക്കെ, അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് ഇടുക, അഭിപ്രായങ്ങൾ പറയുക, എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് പറയുക. അതിനനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് നമുക്ക് പുതിയ പുതിയ ബുക്കിലേക്ക് പോവാം. ഈ ബുക്ക് റിവ്യൂ നമ്മൾ നടത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ബുക്ക് റിവ്യൂ നടത്തുന്നത് ആ ബുക്ക് വായിക്കാനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിൻ്റെ കോപ്പിറൈറ്റിൽ നിന്നുകൊണ്ട് മാത്രം കാര്യങ്ങൾ പറയുക. കാരണം കണ്ടന്റ് പറഞ്ഞു പോയി കഴിഞ്ഞാൽ പുള്ളി ആ ബുക്ക് എഴുതിയിൽ അർത്ഥമില്ല, നമ്മുടെ ഒരു വീഡിയോ മാത്രം കണ്ടാൽ മതിയല്ലോ. എനിവേ, ഞാൻ നേരിട്ട് അതിലേക്ക് കിടക്കുകയാണ്. നമ്മൾ ഇന്ന് കവർ ചെയ്യുന്ന ബുക്ക് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ബെസ്റ്റ് സെല്ലർ ആയിരുന്ന ദ ജോയ്സ് ഓഫ് കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞ ബുക്കാണ്, ഗൗതം ബേഗിൻ്റെ. ഓക്കെ, നിങ്ങൾ ഏത് ബുക്ക് എടുത്ത് വായിച്ചോ, എല്ലാ ബുക്കിലും പറയുന്ന ഒരു കാര്യമുണ്ട്. അത് ഇൻവെസ്റ്റ്മെന്റ് ആയിക്കോട്ടെ, ഫിനാൻഷ്യൽ ഫ്രീഡം ആയിക്കോട്ടെ, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആയിക്കോട്ടെ, എന്ന് വേണ്ട എല്ലാ കാര്യത്തിലും പറയുമ്പോൾ എല്ലാവരും പറഞ്ഞു വയ്ക്കുന്ന ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, ഇൻവെസ്റ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ദ ബെസ്റ്റ് വെൽത്ത് എന്ന് പറയുന്നത് എന്താണ്? മെയിനായിട്ടുള്ള വെൽത്ത് എന്ന് പറയുന്നത് ഹെൽത്താണ്. ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ഹെൽത്തിന് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റിവെക്കുക എന്ന് തന്നെയാണ് എല്ലാ ബുക്കുകളും പറയുന്നത്. ഈ ബുക്കും അത് തന്നെയാണ് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് അതിൽ പറഞ്ഞു പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൽ പറയുന്ന ഒരു കാര്യമാണ്, ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് യു ക്യാൻ മേക്ക് ഈസ് ആൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻ യുവർ സെൽഫ്. ഓക്കെ, അതായത് നമ്മളിൽ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക, നമ്മളിൽ തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞു വെച്ചിട്ടാണ് ബുക്ക് തുടങ്ങുന്നത് തന്നെ അത്. ഓക്കെ, അതുകൊണ്ട് തന്നെ വേറൊരു കാര്യം അതിനകത്ത് എടുത്തു പറയുന്നുണ്ട്. അത് നമ്മളെല്ലാവരും പല സ്ഥലത്തും കേട്ടിട്ടുള്ളതാണ്. വാരൻ ബഫറ്റ് എത്ര വയസ്സുള്ള ആളാണ്, ലോകത്തിലെ തന്നെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള ആളാണ്, ഏറ്റവും വലിയ ഇൻവെസ്റ്ററാണ്, നമ്മുടെ എല്ലാവരുടെയും ഗുരുവാണ്. അദ്ദേഹം ഈ വയസ്സിലും ഓഫീസിൽ വന്നാൽ 6 hours ഡെയിലി ബുക്ക് വായിക്കാൻ മാറ്റിവെക്കും എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം എത്രത്തോളമായ അദ്ദേഹത്തിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നും എത്ര ബുക്ക് വായിക്കുന്നുണ്ടെന്നും. നമ്മൾ മടിയന്മാരാണ് സത്യം പറഞ്ഞാൽ. എനിവേ, അപ്പോൾ ഇത് ഒരു പ്രചോദനമാക്കുക ഈ ബുക്ക് റിവ്യൂ. ഓക്കെ, ദ മോർ യു ലേൺ ദ മോർ യു ക്യാൻ ഏൺ എന്നാണ് പറയുന്നത്. ഓക്കെ, ദ മോർ യു ലേൺ ദ മോർ യു ഏൺ. അപ്പോൾ നമ്മൾ എത്ര പഠിക്കുന്നു അത്രയും നമുക്ക് സമ്പാദിക്കാനും പറ്റും. ഓക്കെ, പിന്നെ അടുത്തത് പുള്ളി പറഞ്ഞു വന്നത്, അതിൽ തന്നെ കണ്ടിന്യൂ എന്ന് പറയുന്നത്, നമ്മളൊരു ഒരു ഒരു ലേണിംഗ് മെഷീനായിട്ട് മാറുക എന്ന് പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഹെൽത്തിനെ കുറിച്ച് പറഞ്ഞു. അടുത്ത ഒരു പോയിന്റായിട്ട് പറയുന്നതാണ്, നമ്മുടെ ഹെൽത്തിന്, ബോഡിക്ക് നമുക്ക് എന്താ പറയുക, ഒരു ലിമിറ്റ് ഉണ്ട്. കുറേ മസിലുകളും 6 പാക്കും ഒക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു പരിധിയുണ്ട്. പക്ഷേ മനസ്സിന് അങ്ങനെ ഒരു പരിധിയില്ല. നമുക്ക് എത്ര വേണമെങ്കിലും സഞ്ചരിക്കാം, എത്ര വേണമെങ്കിലും അറിവ് നേടാം, എത്ര വേണമെങ്കിലും ഇൻ്റലിജൻ്റ് ആവാം. നമുക്ക് തിങ്കിങ് നമുക്ക് മാറ്റിയെടുക്കാം. നല്ല നല്ല ബുക്കുകളും അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യും, അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചാലും എന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. നല്ല രസമുള്ളൊരു ബുക്കാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു പോയിന്റ് എനിക്ക് ഇഷ്ടപ്പെട്ട ഞാനിവിടെ എഴുതി വെച്ചെന്നാൽ, ദ റിച്ച് ഹാവ് മണി ബട്ട് വെൽത്തി പീപ്പിൾ, നല്ല സമ്പന്നന്മാർ പറയുന്നത് അവർക്ക് കൺട്രോൾ ഓവർ മണി എന്ന് പറയുന്നത്, മണിയുടെ മേലൊരു കൺട്രോൾ ഉള്ളവരായിരിക്കും സമ്പന്നന്മാർ. റിച്ച് എന്ന് പറയുന്നത് പണം ഉണ്ടാക്കാൻ മാത്രമേ അറിയാവുള്ളൂ, അതിൻ്റെ മേലെ കൺട്രോൾ ഉണ്ടാവില്ല. അതിനെക്കുറിച്ചും വിശദമായിട്ട് ബുക്ക് പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, അടുത്ത ഇതിലേക്ക് കടന്നു കഴിയുമ്പോൾ ഇക്കിഗായിനെ കുറിച്ച് പറഞ്ഞു പോകുന്നുണ്ട്. ഇക്കിഗായി നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ളൊരു ബുക്കായിരിക്കാം. നമുക്ക് ഇൻഷാല്ല അതും റിവ്യൂ ചെയ്യാം. ഇൻഷാല്ല ഇതാണ് സാധനം, നമുക്ക് അതും റിവ്യൂ ചെയ്യാം വരുന്ന സെഷനുകളിൽ. ഇതിൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ വ്യൂസ് അല്ലെങ്കിൽ റെസ്പോൺസ് അനുസരിച്ച് ഇൻഷാല്ല. അപ്പോൾ ഇക്കിഗായുടെയും കാര്യങ്ങൾ ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട്. മനുഷ്യൻ എണീക്കാൻ, ജീവിക്കാൻ ഒരു കാരണം വേണം. ആ കാരണം നമുക്കുണ്ടാവുമ്പോഴാണ് നമുക്കൊരു പാഷനെ കണ്ടെത്താൻ പറ്റും. ആ പാഷൻ ഉണ്ടായാൽ മാത്രമേ നമുക്കത് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ രാവിലെ ഓഫീസിൽ പോകണല്ലോ എന്നുള്ള രീതിയിൽ എണീക്കും, അത് കഴിഞ്ഞ് ഓഫീസിൽ പോകും, തിരിച്ചു വരും, ഇങ്ങനെ ഒരു മെഷീൻ പോലെ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കണം. അതിന് പകരം നമ്മുടെ പാഷനെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ അതിൽ വർക്കൗട്ട് ചെയ്യുക, അതിൽ ഫോക്കസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞു വേണ്ടത്. അതിനൊരു നല്ല രസമുള്ള ഇക്കിഗായിലുള്ള ഒരു സർക്കിളൊക്കെ വരച്ചിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞു പോണത്. വാട്ട് യു ഗുഡ് അറ്റ് എന്നുള്ളൊരു സർക്കിളും എന്താണ്, നമ്മുടെ മിഷനും ഒക്കെ കൂടുമ്പോഴാണ് പാഷൻ ആവുന്നത്. വാട്ട് യു ക്യാൻ ബി പെയ്ഡ് ഫോർ എന്നുള്ളതും വാട്ട് യു ഗുഡ് അറ്റ് എന്നുള്ളതും ചേരുന്ന ഭാഗത്താണ് പ്രൊഫഷൻ വരേണ്ടത് എന്നൊക്കെ പറഞ്ഞ് വളരെ രസകരമായിട്ടത് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലെടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഇഷ്ടപ്പെട്ട പ്രവൃത്തി ചെയ്യാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രമിക്കുക. അവിടെ നിന്ന് മാത്രമേ നമുക്ക് ഹാപ്പിനെസ് കിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കുന്നുണ്ടാവാം നമ്മുടെ പാഷൻ, അതിലും വാരൻ ബഫറ്റ് പോലെയുള്ള ഒരു പറഞ്ഞു വയ്ക്കുന്നുണ്ട്, ഒട്ടുമിക്ക ഒരു 95% ആളുകളും സ്വന്തം പാഷൻ കണ്ടെത്താണ്ടാണ് മരിച്ചു പോണേ എന്നുള്ളത്.
നമ്മൾ അതിൽ പെടാതിരിക്കാനും ശ്രമിക്കുക. ഓക്കെ. പിന്നെ അതിലും ആ ഒരു ചാപ്റ്ററിൽ പറഞ്ഞു പോകണമെങ്കിൽ ഏറ്റവും രസകരമായ ഒരു കോട്ടുണ്ട്, അത് ഞാനൊന്ന് ഇത് ചെയ്യാം. അതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൂസ്ലിയുടെ ഒരു കോട്ടിംഗ് ആണ്. ബ്രൂസ്ലി പറഞ്ഞു വെക്കണമെന്ന് വെച്ചാൽ ഒരാള് കുറച്ച് സമയം കൊണ്ട് 1000 കിക്ക് എടുത്താൽ എനിക്ക് അവനേക്കാൾ പേടി, 1000 സ്റ്റൈല് കിക്ക് എടുക്കുന്നതിനേക്കാൾ പേടി കുറച്ച് സമയം കൊണ്ട് ഒരു കിക്ക് 1000 പ്രാവശ്യം എടുക്കുന്നവനെയാണ് എന്നുള്ളതാണ്. അതും സത്യമാണ്. നമ്മൾ എല്ലാത്തിലും ഇങ്ങനെ തലയിട്ട് നമുക്ക് നമ്മുടേതായ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാതെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതൊരു വലിയ വിഷയമാണ്. നമ്മൾ ഒന്നിൽ ഫോക്കസ് ചെയ്യുകയും ഒന്നിൽ നമ്മൾ ഇതുപോലെ തന്നെ പരിശ്രമിക്കുകയും അത് ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോഴാണ് നമ്മൾ അതിൽ എക്സലൻ്റ് ആവുന്നത്. അപ്പോൾ മാത്രമേ നമുക്കതിൽ നിന്നും എന്തെങ്കിലും ഒരു പെർഫെക്ഷൻ കിട്ടുകയുള്ളൂ, അതിൻ്റെ ഹാപ്പിനെസ്സും കിട്ടുകയുള്ളൂ. ഓക്കെ. പിന്നെ അതിൽ നിന്ന് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ. അതിലും ഇതാണ് ഞാൻ പറഞ്ഞത്, ഭയങ്കര വാരൻ ബഫറ്റ് പറഞ്ഞു വെച്ച ഒരു കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ ഒരാളുടെ പാഷൻ കണ്ടെത്തുന്നത് ഒട്ടുമിക്കവരും കണ്ടെത്താറില്ല. കണ്ടെത്തുന്ന വളരെ ലക്കിയസ്റ്റ് ആയിട്ടുള്ള വളരെ ചെറിയൊരു നമ്പർ മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. ഓക്കെ. അത് കഴിഞ്ഞ ഒരു ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ഇപ്പം നമ്മൾ ആദ്യം ഹെൽത്തിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ നമ്മൾ നമ്മുടെ മൈൻഡിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതിനെ കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞ് അടുത്ത ഇതിൽ പറയുന്ന പിന്നെ പാഷനെ കുറിച്ച് പറഞ്ഞു, ജീവിക്കാനുള്ള ഒരു കാരണം ഉണ്ടാവണം എന്ന് പറഞ്ഞ ഇക്കിഗായുടെ ബുക്കിനെ കുറിച്ച് പറഞ്ഞു വെച്ചിട്ട് അടുത്തൊരു ചാപ്റ്ററിലേക്ക് ചാടുമ്പോൾ അതിൽ പറയുന്നത് വെച്ചാൽ നമുക്ക് എപ്പോഴും ഒരു ഹീറോസ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു മാത്രം കാര്യമില്ല, നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റണം. കണ്ടുപിടിക്കാൻ പറ്റുന്ന ആളുകൾ നമുക്ക് കൂടെ ഉണ്ടാവണം. അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആയിട്ട് ലക്കി ടു ഹാവ് റൈറ്റ് ഹീറോസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള റൈറ്റ് ഹീറോസിനെ കണ്ടെത്തി അവരിൽ നിന്നും കൂടുതൽ പഠിക്കണം. കൂടുതൽ വായിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പലവരുടെയും അനുഭവങ്ങളാണ്, അവർ വർഷങ്ങളുണ്ടാക്കിയ അനുഭവങ്ങളായിരിക്കും ഒരു ചെറിയ ബുക്കിൽ എഴുതി വയ്ക്കുക. അപ്പോൾ അത് വായിക്കാൻ ശ്രമിക്കുക, നല്ല ആളുകളെ കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ള കാര്യങ്ങളും കവർ ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ. പിന്നെ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളെക്കാൾ ബെറ്റർ ആയിട്ടുള്ള ആളുകളുമായിട്ട് കൂട്ടുകൂടാം. നമുക്ക് അവരെ സഹായിക്കാൻ പറ്റില്ലായിരിക്കാം, പക്ഷെ നമുക്ക് ഒരുപാട് ലേൺ ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. അതൊരു നല്ല പോയിന്റാണ്, ശരിയല്ലേ? നമുക്ക് നമ്മളെക്കാൾ വലിയ ആളുകളുടെ അടുത്ത് കൂട്ടിടാൻ ചെറിയ ചമ്മലൊക്കെ ഉണ്ട്. അതല്ല വേണ്ടത്. നമ്മളെക്കാൾ വലിയ ആളുകളുള്ള, അറിവുള്ള, വലിയ വലിയ ചിന്താഗതികളുള്ള ആളുകളുമായിട്ട് കൂട്ടുകൂടുമ്പോൾ നമ്മുടെയും ചിന്താഗതികൾ മാറും. ഒരിക്കൽ ബർണാഡ്ഷയാണെന്നോ ഇവിടെ ഒരു ബുക്കിൽ വായിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. നിങ്ങളുടെ കൂടെയുള്ള 5 പേരെ കാണിച്ചു തന്നാൽ നിങ്ങൾ എന്തെങ്കിലും ആവുമെന്ന് ഞാൻ പറയാം എന്ന് പറഞ്ഞതായിട്ടൊരു കോട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. നമ്മുടെ സർക്കിള് നമ്മൾ തീർച്ചയായിട്ടും നമ്മളെ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെയുള്ള നല്ല എന്താവാൻ ആഗ്രഹിക്കുന്നോ ആ തലങ്ങളിലുള്ള നല്ലൊരു ഹീറോനെ കണ്ടെത്തുകയും ഒരു ഗൈഡായിട്ട് സ്വീകരിക്കുകയും അവരെ അനുകരിച്ചാൽ തന്നെ കുറേ കാര്യങ്ങൾ ശരിയാവുമെന്ന് പറയുന്നത്. 100% അനുകരിക്കാനല്ല, എന്നിരുന്നാലും അവർ കണ്ടെത്തിയ വഴികൾ. ഇപ്പം ഞാനിപ്പോഴും പറയാറുണ്ട് ക്ലാസ് എടുക്കുമ്പോഴൊക്കെ, യൂസഫ് അലി ബിസിനസ്സിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞു. ഇനി പുള്ളിയുടെ മൊത്തം സ്വത്തെടുത്തിട്ട് പുള്ളീനെ കൊണ്ട് ആമസോൺ കാർഡിലിട്ടാൽ പോലും പുള്ളി ഒരു 10 വർഷം കൊണ്ട് ഇതേ വെൽത്തിലേക്ക് ഒരു പക്ഷെ തിരിച്ചെത്തും. കാരണം അദ്ദേഹത്തിന് എല്ലാ വഴികളും അറിയാം. അപ്പോൾ അങ്ങനെയുള്ളവരോട് കൂടുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കൂടെ പോയി യൂസഫ് അലിയോട് കൂട്ടുകൂടണം എന്നല്ല പറഞ്ഞാൽ കൂട്ടുകൂടാൻ പറ്റിയാൽ കൂടുക ഇൻഷാ അല്ലാഹ്. ഓക്കെ. പിന്നെ പറയുന്നൊരു കാര്യം ഈഗോ. എത്രത്തോളം പുള്ളി പറയുന്നത് വെച്ചാൽ ഈഗോയും നോളജും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ എത്രത്തോളം നോളജ് കൂടുന്നോ അത്രത്തോളം ഈഗോ കുറയും. ഓക്കെ. എത്രത്തോളം നോളജ് കൂടുന്നോ അത്രത്തോളം ഈഗോ കുറഞ്ഞു വരുന്ന പറയുന്നത്. വളരെ സിമ്പിളായിട്ട് ജീവിക്കാൻ പല സ്ഥലത്തും പുള്ളി പറഞ്ഞു വെക്കുന്നുണ്ട്. അതും വലിയൊരു ഇതായിട്ട് പറയുന്നുണ്ട്. നമ്മളൊരു ഹ്യൂമാനിറ്റി, മറ്റുള്ളവരെ സഹായിക്കാനുള്ള സമയം കണ്ടെത്തുക, മറ്റുള്ളവരുടെ വിഷമങ്ങൾ കാണുക, മറ്റുള്ളവരുടെ കൂടെ നിൽക്കുക, പാവപ്പെട്ടവരുടെ കൂടെ. നമ്മൾ വലിയ റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ചിന്താഗതിയുള്ളവരോട് കൂട്ടുകൂടുന്നതിനൊപ്പം തന്നെ മറ്റുള്ളവരെ കാണാനും പറ്റണം. ഓക്കെ. അത് നമ്മളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമായിരിക്കും. പിന്നെ സിംപ്ലിസിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞു, സിംപ്ലിസിറ്റി കുറേ ഫിലോസഫികൾ പറഞ്ഞു പോകുന്നുണ്ട്. അതിലൊരു ഫിലോസഫി ആയിട്ട് പറഞ്ഞു പോകുന്നതാണ് സിംപ്ലിസിറ്റി. എത്ര സിമ്പിളാവുമോ പൈസ കൂടുന്തോറും സിമ്പിളായിക്കൊണ്ടേയിരിക്കുന്നു പറയണേ. നല്ല പുത്തമ്പണക്കാരല്ല, റിച്ച് പണക്കാരനെ അല്ല ഞാൻ പറയണേ, സമ്പന്നൻ. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. റിച്ച് എന്ന് പറയുന്നത് കാശുണ്ടാക്കാൻ അറിയാവുന്ന പുത്തമ്പണക്കാരൻ കാശിങ്ങനെ കയ്യിലുണ്ടാവാം, പക്ഷേ അതങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും. 10 ഉണ്ടെങ്കിൽ 100 കാണിക്കും.
നേരെ മറിച്ച് വലിയ വെൽത്തി ആയിട്ടുള്ള സമ്പന്നനെ എത്ര രൂപ അവൻ്റെ കയ്യിലുണ്ടെന്ന് പോലും നമുക്കറിയാൻ പറ്റില്ല. പക്ഷെ അവൻ അത് റിയലി എൻജോയ് ചെയ്ത പണത്തിന് മേലെ ഒരു കൺട്രോൾ ആയിട്ടായിരുന്നു അവർ ജീവിക്കുക. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് ജീവിക്കുക, മറ്റുള്ളവരെ ഇത് ചെയ്യുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പുള്ളി പറഞ്ഞു പോകുന്നുണ്ട്. ഈ സിംപ്ലിസിറ്റി എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് അല്ല, ഒരു ലോങ് ടൈമിലേക്ക് നമ്മൾ കയ്യിൽ കൊണ്ടു നടക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അഹങ്കാരം മനസ്സിലുണ്ടാവുക അല്ല വേണ്ടത്. എത്ര സിമ്പിളായിട്ട് ജീവിക്കാമോ അത്ര സിമ്പിളായിട്ട് ജീവിക്കുക. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് വാറൻ ബഫറ്റ് എല്ലാ സ്ഥലത്തും പറയുന്ന ഒരു പോയിന്റും പറഞ്ഞു വെക്കുന്നുണ്ട്. അത് പറയുന്നത് നെവർ ലൂസ് മണി എന്നുള്ളത് റൂൾ നമ്പർ 1. 2 റൂളാണ് ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നെവർ ലൂസ് മണി. സെക്കൻഡ് 1 എന്താണ്? ആ റൂളിന് ഫസ്റ്റ് റൂൾ ഒരിക്കലും കൈവിടാതിരിക്കുക എന്ന് പറഞ്ഞാൽ കയ്യിലുള്ള പൈസ പോവാതെ ഇൻവെസ്റ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. പിന്നെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം വെച്ചാൽ ഇൻവെസ്റ്റിംഗ് ഈസ് സിമ്പിൾ. വളരെ സിമ്പിളാണ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്, ബട്ട് നോട്ട് ഈസി. ഓക്കെ, അതുകൊണ്ട് തന്നെ വേറൊരു കാര്യം പറഞ്ഞു വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സെലക്റ്റഡ് ഈ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് പറഞ്ഞു വെക്കുമ്പോൾ പറയുന്നത് നമ്മൾ സെലക്റ്റഡ് ആയിട്ടുള്ള കമ്പനികളിൽ ഫോക്കസ് ചെയ്യുക, അതിനെക്കുറിച്ച് പഠിക്കുക. ലോകത്തുള്ള എല്ലാം പഠിക്കാൻ ശ്രമിക്കുകയല്ല വേണ്ടേ. ആ സെലക്റ്റഡ് കമ്പനിയിൽ നമുക്ക് കോമ്പിറ്റൻസി കൂട്ടിക്കൂടുന്നാൽ അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മൂല്യം കൂടും. നമ്മളെങ്ങനെയാണല്ലോ ഏതെങ്കിലും ന്യൂസ് കേൾക്കും ആ കമ്പനിയുടെ പുറകെ പോകും, ഇന്ന് 10% കൂടിയെങ്കിൽ ആ കമ്പനിയുടെ പുറകെ പോകും. അങ്ങനെയല്ലാതെ കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പഠിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ നല്ല ഇൻവെസ്റ്റേഴ്സ് ആവാൻ പറ്റും എന്നാണ് പറയുന്നത്. ഞാൻ ഇത് ഇവിടെ വെച്ച് നിർത്താണ്. അടുത്ത കോമ്പൗണ്ടിങ് ഫാക്ടേഴ്സും ഒക്കെ വരുന്ന ഭാഗം നല്ല രസമുള്ള ഇതാണ്. എങ്ങനെയാണ് അച്ചീവ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്നുള്ളതിനെക്കുറിച്ചും, ഒരു ജേണി 1 മില്യണിലേക്കുള്ള ജേണി എങ്ങനെയാണെന്നതിനെ കുറിച്ചും, ജോയ്സ് ഓഫ് കോമ്പൗണ്ടിങ്ങിൻ്റെ പോർട്ട്ഫോളിയോ മാനേജറിനെ കുറിച്ചും ഒക്കെ നമുക്ക് അടുത്ത ഇതിൽ ചർച്ച ചെയ്യാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ പറയുന്നു ഇതിൻ്റെ വ്യൂസ് അനുസരിച്ചിട്ടായിരിക്കും എൻ്റെ അടുത്ത ഇത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സജഷൻ പറയണം. സ്പീഡ് കൂടിയിട്ടുണ്ടോ, അത് കുറച്ചുകൂടി സിമ്പിളാക്കണോ, എന്താണെന്ന് വെച്ചാൽ പറയാം. ഓക്കെ, അപ്പോൾ അടുത്ത പാർട്ട് വരുന്നത് എന്തിനെ ബേസ് ആയിരിക്കും? റിവ്യൂവിനെ ബേസ് ചെയ്തിട്ടായിരിക്കും, ഇതിൻ്റെ ഫീഡ്ബാക്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും, കമൻറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും, സബ്സ്ക്രിപ്ഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും, ലൈക്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും.